മന്ത്രിയോട് ഇന്ന് 2 വാക്ക് പറഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. ഏറ്റവും വിദ്യാഭ്യാസം എന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത യാതൊരു അറിവും ബോധവും ഇല്ലാത്ത വിവരക്കേട് മാത്രം പറയുന്ന ഒരാൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി. സാരമില്ല, ഇങ്ങോട്ട് പോകുന്നപ്പോ ഞാൻ ഇതിൽ കൂടുതൽ പ്രതീക്ഷിച്ച. എന്ത് ചെയ്യാൻ പറ്റും? ചുക്ക് ഏതാ ചുണ്ണാമ്പ് ഏതാ ആ പുള്ളിക്കും അറിയത്തില്ല. എന്ത് ശരി എന്ത് തെറ്റെന്ന് പുള്ളിക്കും അറിയത്തില്ല. എന്റെ ജീവിതത്തിൽ ഞാൻ പലതരത്തിലുള്ള മണ്ടന്മാരെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇവനെ പോലൊരു മണ്ടനെ ഞാൻ കണ്ടിട്ടില്ല. എന്ത് ശരി എന്ത് തെറ്റെന്ന് പുള്ളിക്കും അറിയത്തില്ല. പറഞ്ഞിട്ട് നടക്കുക. ഒന്നാമത് സാറിന് ബ്രെയിൻ കുറവാണ്, രണ്ടാമത് അത് കറക്റ്റ് ആയിട്ടുള്ള സ്ഥലത്ത് ഉപയോഗിക്കാൻ അറിയില്ല. ഞാൻ പരിഹസിച്ചാലേ നമുക്കിപ്പോ ദേഷ്യം വരുന്നേ. തടിയും നീളവും കൂടുതലുള്ളവർക്ക് ചിന്താശക്തി കുറയും, അതുകൊണ്ടാ പറയുന്നത്. വിദ്യാഭ്യാസ സിസ്റ്റം അത് ഞാൻ പറഞ്ഞിട്ട് അതിന് ബോധമുള്ള കാഴ്ചപ്പാടുള്ളവനായിരിക്കണം വിദ്യാഭ്യാസ മന്ത്രി. This is the world's biggest comedy, babe. It's called Indian politics. ഞാനൊരു വിദ്യാഭ്യാസ മന്ത്രി എന്ന് കുറ്റം പറയുന്നത് എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ മേൽത്തളത്തിൽ നല്ല തീരുമാനം എടുക്കാൻ പറ്റും. ഏതെങ്കിലും സ്കൂളിൽ തീരുമാനം എടുക്കാൻ പറ്റൂ. അയാൾ അവിടെ ഇവിടെ എങ്ങനെയൊക്കെ നടന്നോട്ടെ, ബുദ്ധിക്ക് ഒരു 5 പൈസ കുറവുള്ള ആളാ. അയാൾ എന്താ എപ്പോഴാ ചെയ്യണെന്ന് പറയാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന് ഒരു കളക്ടർക്ക് തീരുമാനം എടുക്കാൻ പറ്റൂ. അപ്പം അതിനാദ്യം ഇനി കളക്ടർ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് മനസ്സിലാവണ്ടേ? അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടി കൂട്ടുകാരൻ. അല്ലെങ്കിൽ മറ്റേ ഞാനതാ പറഞ്ഞു ചുക്കേതാ ഉണ്ണാമ്പേതാ തിരിച്ചറിയാനുള്ള ബോധം വേണ്ട. ഇക്കണക്കിന് പോയാ അടുത്ത ഓണം നീ ഉണ്ടാവത്തില്ല. ഒരാളിപ്പോ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരിക, അത് മനസ്സിലായെങ്കിലല്ലേ ശരിയാ അത് കൊള്ളാവുന്ന പരിപാടിയാ, നിങ്ങൾ അങ്ങനെ ചെയ്യണം കേട്ടോ, നമ്മൾ ആട് നന്നാവണം എന്ന് ചിന്തിക്കണമെങ്കിൽ അതിന് ബോധം വേണ്ടേ? നമുക്ക് ഇടപെടണം, പക്ഷെ ഇപ്പൊ വേണ്ട. ഇപ്പൊ ഇടപെട്ടാൽ നമ്മളും പെടും. നമ്മുടെ സമയം തീരെ ശരിയല്ല. വിഷയം ഒന്ന് ആലോചിച്ചോക്കെ, ഇത് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുന്നത്. ഇത് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല, എന്തോ മാരക തെറ്റാണല്ലോ. ഒരുത്തന്നെ ഇടിച്ചിട്ട് എഴുതിക്കൊണ്ട് കോപ്പി അടിച്ചു കഴിഞ്ഞാൽ കോപ്പി അടിക്കുന്നതിന് ഡിവാർ ചെയ്യുമ്പോൾ കൊന്നാ കുഴപ്പമില്ലെന്ന്. ഇത് എന്ത് സിസ്റ്റമാണത് ഇത്? എടാ, UDF ആയാലും LDF ആയാലും അവർക്ക് സർക്കാർ ശമ്പളം കൊടുക്കും, നമുക്കാരും ശമ്പളം തരാനില്ല. അപ്പൊ നാളെ ഞാൻ ചോദിക്കട്ടെ, നാളെ ഒരുത്തൻ കൊന്നാൻ വിചാരിക്കും, എടാ ഞങ്ങൾക്കൊന്ന് ഇതല്ലേ ചിന്ത വരുന്നത്? ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ താറാറിലായിരിക്കുന്നു. നിൽപ്പലയില്ലേ? അതല്ലേ ഈ പയ്യനെ കൊന്ന ഒരു പയ്യൻ പറയുന്നുണ്ടല്ലോ, ആൾക്കൂട്ടത്തിൽ വെച്ച് അടിച്ചു കൊന്ന പ്രശ്നമില്ല. അവൻ പറയാണ് കൂട്ടത്തിൽ അടിച്ചു കൊല്ലാടാ, ഒരു കുഴപ്പമൊന്നുമില്ല. അതെ ഒരുത്തനെ കൊല്ല ആന്ന് കുഴപ്പമില്ല. എന്തോ നിങ്ങൾക്കൊന്നും മര്യാദക്കൊക്കെ ഒന്ന് നടന്നുകൂടെ? നിങ്ങളെ പറ്റി മൊത്തം പ്രശ്നമാണല്ലോ. പൂച്ചയും പട്ടിയും പോലും കൊന്നു കഴിഞ്ഞാൽ മേനകാന്തി ഇടപെടും. മനുഷ്യനെ കൊല്ലുന്നതിന് അവിടെ കുഴപ്പമില്ലാത്തത്. വെറുതെ നമ്മൾ ചാടിയിട്ട് കാര്യമില്ല, കാലം മാറി. ഇന്ന് ഒരുത്തനെ അവന്റെ കണ്ണു പോയടാന്നൊക്കെ കൂളായിട്ടല്ലേ പറയുന്നത്. അങ്ങനെ ഉള്ളതിനെ പരീക്ഷ എഴുതിക്കുകയാണ് ഗവൺമെന്റ്. ഇവനൊക്കെ എന്ത് ചെയ്യണമെന്നറിയാവോ? വീട്ടിൽ വെച്ച് കൊല്ലണം. ഭയമുണ്ടാവുന്നത് ഈ തെറ്റിനെ മറയ്ക്കാൻ വേണ്ടി ഭയമുണ്ടാവുന്നു. ഇത് ജയിലിൽ ചെന്ന് കഴിഞ്ഞാൽ വിശാലമായ രീതിയിൽ ഇതും കൊടുത്ത് പുറത്തിറങ്ങുമ്പോഴത്തേക്ക് ഇവന്മാർ ഹീറോകള്. കൈ നനയാതെ ഇവിടെ വിപ്ലവം വിജയിപ്പിക്കാൻ സാധ്യമല്ല. പിന്നെ ഇവനൊക്കെ രാഷ്ട്രീയക്കാർ ദത്തെടുത്തിട്ട് രാഷ്ട്രീയ ഗുണ്ടകളാക്കി കൊണ്ടുകിടക്കുക പോറ്റുവാണ്. പക്ഷെ നിനക്കൊരു കാര്യം അറിയില്ല, ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നിത്യോപയോഗ സാധനങ്ങളിൽ ഒന്നാണ് ഈ ഗുണ്ടകൾ. പിന്നെ എവിടെ എങ്ങനെയാണ് നമുക്ക് തടയാൻ പറ്റുക? നമ്മളെ ചോറല്ലേ